നമുക്കിപ്പം കൊല്ലത്ത് നിന്ന് മിഥുൻ പഠിച്ച സ്കൂളിൽ നിന്ന് കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, മിഥുന്റെ അമ്മ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്തേക്കുള്ള യാത്രയിലാണ്. സ്കൂളിലേക്ക് എപ്പോഴാണ് മിഥുന്റെ ഭൗതിക ശരീരം കൊണ്ടുവരിക? അവിടെ എങ്ങനെയാണ് കാര്യങ്ങളിപ്പോൾ? ആശുപത്രിയിൽ നിന്നുള്ള മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. വിലാപയാത്രയായിട്ടായിരിക്കും സ്കൂളിലേക്ക് എത്തിക്കുക. ഇതിനെ അവസാനമായി ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ചുവന്ന പരവതാനി വിരിച്ച് അവനെ അവസാനമായി സ്കൂളിലേക്ക് എത്തിച്ച് അവന് ഒരു അന്ത്യയാത്ര നൽകാൻ, അവനും ശരീരത്തിന് മുന്നിൽ ഒരു പൂവ് അർപ്പിക്കാൻ, അതുപോലെ തന്നെ അവന് അവസാനമായി ഒരു യാത്ര മൊഴിയേകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ട് ആ സ്കൂള് എല്ലാം കാത്തിരിക്കുകയാണ്. സ്കൂളിലെ ജനങ്ങളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ, അധ്യാപകരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. നമ്മൾ ആ അധ്യാപകരോടൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. നേരത്തെയൊക്കെ തന്നെ ഇപ്പോൾ കുറേയേറെ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ അവസാന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. രാവിലെ മുതൽ ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ സ്കൂളിലെ ജീവനക്കാരൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഒരു അവസാനമായിട്ട് അവൻ സ്കൂളിലേക്ക് വരികയാണ്. എന്താണ് കുറേ ഓർമ്മകളൊക്കെ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഓർമ്മകൾ ഒരുപാട് സങ്കടപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഈ ഒരു മാനസികാവസ്ഥയിലാണ്. ഇതിനെങ്ങനെ പരിഹാരം കാണും എന്നുള്ളത് ഒക്കെ ഒരു ആശങ്കയിലാണ് ഞങ്ങൾ. ഉണ്ടായ ദാരുണമായ സംഭവത്തിലും അങ്ങേയറ്റം വിഷമത്തിലാണ് ഇവിടുത്തെ അധ്യാപകരും എല്ലാവരും തന്നെ. ഇപ്പം 11:00 സ്കൂളിലേക്ക് എത്തിക്കുമല്ലേ? 11:00 ഇതിനെ സ്കൂളിലെത്തിക്കുകയാണ്. അവസാനമായി അവനിവിടെ യാത്രയാക്കാൻ കണ്ണീരോട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ അധ്യാപകരെല്ലാവരും. ഞാൻ രാവിലെ ഇതുപോലെ സമയമൊക്കെ ഇതിനു മുമ്പ്, അതായത് 9 മണിയോടുകൂടി അവൻ നിറച്ചിലോട് എത്തിയാണ്. പക്ഷേ ഇപ്പം നമുക്കൊരു കണ്ണീരോടുകൂടി മാത്രമേ അവനെ കാണാൻ സാധിക്കും, അവൻ്റെ ഒരു വരവിനെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് കാര്യം. ഇവിടുത്തെ അവരെ കൃത്യമായി അറിയാവുന്ന സ്കൂളിലെ ജീവനക്കാരൊക്കെ തന്നെ ഉണ്ട്. അവർ കുറേയേറെ ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ NCC കുട്ടികളുണ്ട്. അവരൊക്കെ ഇവിടെ അവൻ്റെ യാത്രയയപ്പ് നൽകാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ്. വന്നടാ, നിങ്ങളുടെ ഒരു NCCയിൽ കേഡറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടുകാരനെയാണ് നഷ്ടമായതല്ലേ? എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അവനെ പറ്റി അറിഞ്ഞുകൂടായിരുന്നു. മരിച്ചപ്പോഴേ ആദ്യമായിട്ട് ഭയങ്കര വിഷമമുള്ള ഒരു അടുത്ത വർഷം ഞങ്ങളുടെ കൂടെ പരേഡ് ചെയ്യേണ്ട ആർക്കാണ്. നിങ്ങളുടെ കൂടെ പരേഡ് ചെയ്യേണ്ട ഒരു കൂട്ടുകാരനെയാണല്ലേ? നിങ്ങളുടെ കൂടെ പരേഡ് ചെയ്യേണ്ടിരുന്ന ഒരു കൂട്ടുകാരനാണ്. NCC വളരെ സ്നേഹിച്ച ഒരാളായിരുന്നു അല്ലേ? അവൻ്റെ ഒരു കണ്ടിട്ടുണ്ടോ? അവനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ? പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ദിവസം ക്ലാസ്സിലില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പം അവൻ NCC കയറണ്ടായിരുന്നു. സെലക്ഷന് അവനൊക്കെ കിട്ടിയതൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്തോ. നിങ്ങൾ പല സമയങ്ങളിൽ സ്കൂളിലെ കലോത്സവത്തിനൊക്കെ തന്നെ നിങ്ങളായിരിക്കും നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം പരേഡ് ചെയ്തിട്ടിരുന്ന ഒരു കൂട്ടുകാരൻ്റെ യാത്രാമൊഴിക്ക് നിൽക്കണം. വിഷമമുണ്ടോ? വിഷമമൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു വിഷമമുണ്ട്. അവനെ സംസാരിച്ചിട്ടുണ്ടോ? നേരത്തേക്ക് അറിയാവുന്നതാണോ? അറിയാവുന്ന. നിങ്ങളൊക്കെ ആയിരുന്നു സെലക്ഷനൊക്കെ കൂടെ ഉണ്ടായിരുന്നു? കുട്ടികളെ 8ാം ക്ലാസ്സിലെ കുട്ടികളെ സെലക്ഷനൊക്കെ നിങ്ങളെ ഉണ്ടായിരുന്നോ? ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അവന് സെലക്ട് ഒക്കെ ചെയ്തായിരുന്നു. അവൻ NCC ചേരണമെന്നൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. NCC കേഡറ്റുകളാണ്. അവർക്കൊപ്പം പരേഡ് ചെയ്യേണ്ടിയിരുന്ന ഒരു കുട്ടിയാണ്. ഇങ്ങനെ എന്താ കൂടുതൽ നിങ്ങളോടൊക്കെ പറയുക? നമുക്ക് യാത്രാമൊഴി നൽകാം. ഇത് തന്നെയാണ്. ഇങ്ങനെ NCCയിൽ ഉള്ള കുട്ടികളാണ്. അവർക്കൊപ്പം ഒരു സീനിയേഴ്സാണ്. അവർക്കൊക്കെ തന്നെ അവരോടൊപ്പം തന്നെ പരേഡ് ചെയ്യേണ്ടിരുന്നതാണ്. അടുത്ത കൊല്ലം ഞങ്ങൾക്ക് പരേഡ് ചെയ്യേണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവന് ഇനി അവസാനം ഒരു സല്യൂട്ട് നൽകാൻ വേണ്ടി നാഷണൽ കാഡറ്റ് കോഴ്സിൻ്റെ ഒരു കുട്ടികളൊക്കെ തന്നെ ഇവിടെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഒരു മുഖങ്ങളാണ്, പലതരത്തിലുള്ള ഒരു ഓർമ്മകളാണ്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് ഓരോ ആൾക്കാരും, ഓരോ വിദ്യാർത്ഥികളായാലും മറ്റ് അധ്യാപകരായാലും സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരായാലും. നേരത്തെ മാനേജറോടൊക്കെ എന്നെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തലകുരിച്ചാണ് നിൽക്കുന്നത്. തലകുരിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തലകുരിച്ച് മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ഓരോ ആൾക്കാരും ഇവിടെ നിന്ന് പോകുന്നത്. പലരും ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ NCC കേഡറ്റുകൾ അവൻ്റെ ഫോട്ടോ ആലേഖനം ചെയ്ത ഒരു ചെറിയ ബാഡ്ജുണ്ട്. ആ ബാഡ്ജ് ഓരോ ആൾക്കാർക്കും നൽകുന്നുണ്ട്. ആ ബാഡ്ജ് ധരിച്ചുകൊണ്ടാണ് അവന് യാത്രാമൊഴി നൽകാൻ വേണ്ടിയുള്ള ഒരു യാത്രാമൊഴി നൽകാൻ വേണ്ടിയുള്ള ഒരു. കുട്ടികൾക്കും അത്യന്തം വേദനാജനകമായ നിമിഷത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. NCC
ചേരണം, NCCയിൽ പങ്കെടുക്കണം എന്നതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു മിഥുൻ്റേത്. മിഥുൻ്റെ സ്കൂളിലെ അധ്യാപിക പ്രതികരിക്കാൻ പോലും ആകാതെ കരഞ്ഞുകൊണ്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. കണ്ടിരിക്കാൻ സാധിക്കാത്ത കാഴ്ചയായിരുന്നു.